ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈന്തപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് എന്നുള്ളത്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാനിപ്പോൾ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം ഉണ്ടാകും. ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും ഈ സ്നാക്സിനെ കുറിച്ചിട്ട്, പക്ഷേ അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. അവർക്കിത് ഒരുപാട് യൂസ്ഫുൾ ആകും. കാരണം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് അങ്ങനെ അറിയാതെ പോകാൻ പാടില്ലല്ലോ. വളരെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതല്ലേ ഇത്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരുപാട് ചേരുവകളോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒന്നാണ്. ഇതിനുള്ളിലെ സീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മാറ്റാം. ഞാനിപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുരു കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നല്ല ഹാർഡായിട്ടുള്ള ഈന്തപ്പഴം വേണ്ട. കാരണം അത് നല്ല കട്ടിയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം വേണം വാങ്ങാനായിട്ട്. നമ്മളിത് ചെയ്ത് വരുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടി സോഫ്റ്റ് ആവും. എന്നാലും നമ്മൾ കുറച്ച് ഹാർഡല്ലാത്ത ഈന്തപ്പഴം വേണം വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ കുരു കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഈ ഈന്തപ്പഴത്തിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നട്ട്സ് കൂടി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കാണ് ഇത് പ്രത്യേക ഒരു ടേസ്റ്റിൽ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം വെച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് വെക്കാം. അപ്പോൾ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. വെറുതെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനുള്ളിൽ ബദാം ഫില്ല് ചെയ്യാണ്. കുറച്ച് ബദാം എടുത്തിട്ട് ഓരോ ബദാമും നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് വെക്കാം, ഇതുപോലെ. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. പഴയ ഈന്തപ്പഴം പോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതിയാവും. ഓരോ ഈന്തപ്പഴവും നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. അതിനുശേഷം കവർ ചെയ്ത് കൂടെ വെക്കണം ഇതുപോലെ. ഇപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിലക്കടലയും വെക്കാം. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഞാനിതുപോലെ എല്ലാം ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചിലതിലൊന്നും ഞാനൊന്നും വെക്കാതെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെയും ചെയ്തെടുക്കാവുന്നതല്ലേ നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബാറ്ററാണ്. ബാറ്ററും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗൾ എടുത്ത് വെച്ച ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. കാരണം ഇതെല്ലാം നല്ല മധുരമാണ്. അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് തയ്യാറാക്കിയെടുക്കാം. വെള്ളം കൂടി പോകരുത്. നല്ല തിക്കായിട്ട് വേണം നമുക്ക് ഈ ബാറ്റർ കിട്ടാനായിട്ട്. ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. കട്ടയൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത്രയും തിക്കായിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബാറ്റർ തയ്യാറാക്കുന്ന ടൈമിൽ കട്ട എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോഴും കട്ടയില്ലാതെ നമുക്ക് കിട്ടിക്കോളും. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 4 ബ്രെഡ് എടുത്തിട്ട് അത് ചെറിയ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ എടുത്ത ബ്രെഡ് ക്രംസ് ആണ്, ഫ്രഷ് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അതുകൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ഈന്തപ്പഴവും നമ്മുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ബാറ്ററി ഡിപ്പ് ചെയ്ത കൈ കൊണ്ട് തന്നെ നമ്മളിത് ബ്രെഡ് ക്രംസിലും റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. എങ്കിൽ പിന്നെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രെഡായിട്ടിരിക്കും. നമ്മൾ എത്രത്തോളം ബാറ്ററി തിക്കായിട്ട് എടുക്കണോ അത്രയും ബ്രെഡ് ക്രംസ് നമ്മുടെ ഈ സ്നാക്സിൽ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരല്പം ഷേപ്പ് ഇല്ലാതെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇത് ചെറുതായിട്ടൊന്ന് വെറ്റായിട്ട് വരും, നമ്മൾ ഡ്രൈ ആയിട്ട് എടുത്തതെല്ലാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്താൽ മതിയാവും. എന്നിട്ട് കൈ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതിയാവും.
അപ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ ഒരു റോളിൻ്റെ ഷേപ്പിൽ കിട്ടും. നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഈ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ ഇടുന്നതിൽ നിന്ന് ഇപ്പോൾ നല്ലതുപോലെ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊക്കെ നമ്മുടെ ഈന്തപ്പഴമൊക്കെ ഇങ്ങനെ പുറത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്നും പ്രശ്നമില്ല. ഇതുപോലെ എല്ലാം ഞാൻ റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്നാക്സ് കാണാനായിട്ട് ചെറിയൊരു ഷേപ്പ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് നല്ലതുപോലെ എണ്ണ ചൂടായതിന് ശേഷം പിന്നെ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് ബ്രെഡ് ആയതിൻ്റെ പേരിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ്. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മൾ രണ്ടാമതും ബ്രെഡിൽ കവർ ചെയ്തതിൻ്റെ പേരിൽ ബ്രെഡൊന്നും ഇങ്ങനെ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. കാരണം നമ്മൾ രണ്ടാമത് ബ്രെഡിലിട്ട് നല്ലതുപോലെ കൈവച്ച് പ്രസ് ചെയ്തതിന് ശേഷമാണ് ഓരോ റോളും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കുട്ടികൾക്കാണ്. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ സ്നാക്സ് കിട്ടുന്നത്. ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നല്ല മധുരമായിട്ടാണ് ഇത് കിട്ടുന്നത്. സാധാരണ നമ്മൾ ഡേറ്റ്സ് കഴിക്കുമ്പോഴത്തേക്കുള്ള ആ മധുരത്തിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കാണും. എന്ന് വെച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ പേരിലാണ്. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഒരല്പം പോലും ഓയിലൊന്നും പിടിക്കാതെയാണ് നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പറായിട്ടുള്ള ഒന്നാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെറിയ ഒരു ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. നല്ല ചൂട് വേണമെന്നില്ല, ചെറിയ ചൂട് മതിയാവും. അപ്പോൾ നിങ്ങൾ ഇഫ്താറിന് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം മുമ്പേ തയ്യാറാക്കി വെക്കരുത്. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ ആ ബ്രെഡിൻ്റെ ആ ഒരു ക്രിസ്മസ് ഒക്കെ അങ്ങ് പോകും. അതിൻ്റെ പേരിൽ ഇഫ്താറിന് പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം മുമ്പ് തയ്യാറാക്കി വെച്ചാൽ മതിയാവും. ചെറിയ ചൂട് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയും ഈ വീഡിയോയും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വാട്സപ്പിലൂടെ ആയാലും ഫേസ്ബുക്കിലൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.